നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ നിരാശപ്പെടുത്താതെ ഇത്തവണ അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 2022-23 സാമ്പത്തിക വർഷം പ്രവാസികാര്യ വകുപ്പിന് 147.51 കോടി രൂപ കേരള സർക്കാർ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ്. പുതുതായി രൂപകൽപ്പന ചെയ്യുന്ന പ്രവാസി ഏകോപന പുനഃസംയോജന പദ്ധതിക്ക് 50 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. 2 അതിലധികമോ വർഷം വിദേശത്ത് ജോലി ചെയ്ത ശേഷം മടങ്ങിയെത്തിയ പ്രവാസികൾക്കുള്ള സാന്ത്വനം പദ്ധതിക്ക് നടപ്പുവർഷം 33 കോടി രൂപയും NRI വെൽഫെയർ ഫണ്ട് ബോർഡിന് 9 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയതായും ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ യുക്രൈനിൽ നിന്നും മടങ്ങിവന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ സഹായം നൽകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇടപെടാനും നോർക്കയിൽ പ്രത്യേക സെൽ രൂപീകരിക്കും. ഇതിനായി 10 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചു. വിദേശത്ത് പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ ഡേറ്റാ ബാങ്ക് നോർക്ക തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം റഷ്യ-യുക്രൈൻ സംഘർഷത്തിനിടയിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളടക്കമുള്ളവരെ നോർക്ക മുഖേന നാട്ടിലെത്തിച്ചു. 15 പ്രത്യേക വിമാനങ്ങളിലായി 3123 പേരെയാണ് നാട്ടിലെത്തിച്ചത്. സർട്ടിഫിക്കറ്റുകളടക്കം വിലപ്പെട്ട രേഖകൾ കൈമോശം വന്നവർക്ക് അത് വീണ്ടെടുക്കാനും പഠനം തുടരാനും സാധിക്കണം. അതിനുള്ള സഹായം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. യുക്രൈനിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യമാണ്. ഇതിനായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സെൽ പ്രവർത്തിക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.